ഏവർക്കും ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് IBPS ക്ലർക്ക് 2021 നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. ഓൾറെഡി ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. IBPS ക്ലർക്ക് 2021, അതായത് 2022 വേക്കൻസികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് IBPS ഈ നോട്ടിഫിക്കേഷനിലൂടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ വേക്കൻസി, അതിനെ സംബന്ധിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നവർക്കും ഇത് ക്ലർക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് തന്നെ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. ഈ IBPS കണ്ടക്ട് ചെയ്യുന്ന ഈ ക്ലറിക്കൽ എക്സാമിൽ ഏതൊക്കെ ബാങ്കുകളാണ് ആദ്യം പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതായത് നാഷണലൈസ് ചെയ്ത SBI ഒഴികെ നാഷണലൈസ് ചെയ്ത എല്ലാ ബാങ്കുകളും, ഇപ്പോൾ നിലവിലുള്ള എല്ലാ ബാങ്കുകളും ഈ IBPSന്റെ എക്സാം റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസിയർ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്രയും ബാങ്കുകളും ഈ IBPS കണ്ടക്ട് ചെയ്യുന്ന ക്ലറിക്കൽ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് SBI ഒഴികെ ബാക്കി എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ഈ റിക്രൂട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നത് അല്ലെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ എക്സാം വഴിയാണ്. കേരളത്തിലും ഇതിന് വേക്കൻസികളുണ്ട്. അതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിന്റെ എക്സാമിന്റെ ഡേറ്റുകളെ പറ്റിയാണ്. എന്നൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, എന്നൊക്കെ ആണ് ഇതിന്റെ എക്സാം വരുന്നത്, അല്ലെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റുകൾ എന്നൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 12/7/2021 തൊട്ട് 1/8/2021 വരെ ഇതിന് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതായത് നിലവിൽ ഇപ്പോൾ ഇന്ന് മുതൽ ഇന്നൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ജൂലൈ 12 മുതൽ ഓഗസ്റ്റ് 1 വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം, പേയ്മെന്റും അടയ്ക്കാം. ഓക്കെ, പിന്നെ ഈ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ചില സ്പെഷ്യൽ കാറ്റഗറിക്ക്, അതായത് എക്കണോമിക്കലി അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന സ്പെഷ്യൽ കാറ്റഗറി, SC ST മുതലായ ചില സ്പെഷ്യൽ കാറ്റഗറിക്ക് ഒരു മോഡൽ എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്കുള്ളവർക്ക് അത് എഴുതാൻ പറ്റില്ല. എനിവേ പ്രീ എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സാമിന്റെ ഡേറ്റ് ഓഗസ്റ്റ് തന്നെയാണ്. ഓഗസ്റ്റ് 16 അത് കണ്ടക്ട് ചെയ്യപ്പെടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഈ പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമിന്റെ ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 4 വരെ, അതായത് 28/8/2021 മുതൽ 4/9/2021 വരെ, അതായത് ആ ഒരു കാലയളവിൽ, അതായത് സെപ്റ്റംബർ ആദ്യത്തോടെ ഓഗസ്റ്റ് അവസാനത്തോടെയും ഇത് കണ്ടക്ട് ചെയ്യപ്പെടാനാണ് സാധ്യത. ഇതിന്റെ റിസൾട്ട് എന്താണെങ്കിലും സെപ്റ്റംബറിൽ തന്നെ പബ്ലിഷ് ചെയ്യും. എക്സാം കണ്ടക്ട് ചെയ്യപ്പെട്ടാൽ മാക്സിമം 2 വീക്കിനുള്ളിൽ തന്നെ ഇതിന്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. അതായത് ഇതിന്റെ പ്രിലിമിനറിയുടെ കാര്യമാണ്. ഈ എക്സാം 2 ടയർ ആയിട്ടാണ് നടത്തുന്നത്, മെയിൻസും പ്രിലിമിനറിയും. ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല, ക്ലറിക്കൽ എക്സാമുകൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല. എനിവേ 2 ടയറേ അതുകൊണ്ട് ക്ലറിക്കൽ എക്സാമിനുള്ളൂ, പ്രിലിമിനറിയും മെയിൻസും. ഈ പ്രിലിമിനറിയുടെ ഡേറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യവുമായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടും. അതിന്റെ റിസൾട്ട് സെപ്റ്റംബറിൽ തന്നെ വരും. അതിന്റെ മെയിൻസിന്റെ ഡേറ്റും അവർ ഓൾമോസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻസിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 31/10/2021 ആണ്. ഇതൊരു ടെന്റേറ്റീവ് ഡേറ്റ് ആണ്. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ആ ഡേറ്റിന് തന്നെ നടക്കണമെന്നൊന്നുമില്ല. കൊറോണ പാൻഡമിക്കിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരാം. എനിവേ അറൌണ്ട് ഈ ഒരു ഡേറ്റുകളിൽ തന്നെ ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡേറ്റുകൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നിലവിലാണ് 12/7 മുതൽ 1/8/2021 വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഡിഗ്രി കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. മിനിമം ഇത്ര മാർക്ക് വേണം എന്നൊന്നും ഇല്ല.
ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ ഡിഗ്രി ഫൈനൽ ഇയറിന്റെ എക്സാം കഴിഞ്ഞ അല്ലെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ കയ്യിൽ വേണമെന്നില്ല. എനിവേ അതിന്റെ പ്രോസസ്, അതായത് ജോയിനിങ് സമയങ്ങളിൽ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യുന്നതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 28 വരെയാണ്. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 20 മുതൽ 28 വയസ്സ് വരെ ഏജ് ഉള്ള ഡിഗ്രി കഴിഞ്ഞ ഒരു ആർക്കും, ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ എക്സാം എഴുതാൻ സാധിക്കും. എന്നാൽ ചില എക്സെപ്ഷൻസ് ചില സെക്ഷനുകൾക്ക് അവർ തന്നെ നൽകുന്നുണ്ട്. ഉദാഹരണം, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽ വരുന്നവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. അതായത് അവർക്കൊരു 33 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. അതായത് 28 നിന്നും 33 വരെ എഴുതാൻ സാധിക്കും. ഞാൻ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. 28 വരെയാണ് അവർക്ക് എഴുതാൻ സാധിക്കുന്നത്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉള്ളത് 33 വയസ്സ് വരെ ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് പറ്റും. OBCക്ക് 3 ഇയറും കൂടി എക്സെപ്ഷൻ ഉണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 10 ഇയർ എക്സെപ്ഷൻ ഉണ്ട്. എക്സ് സർവീസ്മാൻമാർക്കും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഒരു എക്സെപ്ഷന്റെ ടേബിള്. നോർമലി 20 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ എക്സാം എഴുതാം. ഇനി കറക്റ്റ് ആയിട്ട് അതിനൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഈ 2/7/1993 മുതൽ 1/7/2001 വരെ ഈ ഡേറ്റിന് ഉള്ളിൽ ജനിച്ചവർക്കും ഈ എക്സാം എഴുതാം. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. ബാക്കി വരുന്ന SC ST OBC മുതലായവയ്ക്കെല്ലാം ഏജ് റിലാക്സേഷൻ ഉണ്ട്. EWS ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഇല്ല. അവർ ജനറൽ കാറ്റഗറിയിൽ തന്നെയാണ് ഏജിന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഏജിന്റെ കാര്യത്തിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് തന്നെ പോവാം. കേരളത്തിൽ ഇതിന്റെ വേക്കൻസിയെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓൾ ഓവർ ഇന്ത്യ ഏകദേശം 5000-ഓളം വേക്കൻസീസ് ഉണ്ട്. എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. ഒരു മലയാളി അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ബേസിസിൽ നിന്നുകൊണ്ടാണ്. ക്ലറിക്കൽ എക്സാമുകളെല്ലാം തന്നെ ലാംഗ്വേജ് ബേസ്ഡ് ആണ്, ലോക്കൽ ലാംഗ്വേജ് ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ മലയാളത്തിലായിരിക്കില്ല പരീക്ഷ, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും പരീക്ഷ. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലാംഗ്വേജിന്റെ ബേസിസിലാണ്. അതായത് തമിഴ്നാട്ടിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് തമിഴ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. ഇനി അഥവാ ചില ഉദ്യോഗാർത്ഥികൾ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടാനായിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഒക്കെ വെക്കുന്നവരുണ്ട്. തീർച്ചയായും അവർക്ക് എക്സാം എഴുതാം, കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം എന്നാണ് നിർബന്ധം. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് അപ്ലൈ ചെയ്യാൻ പാടൊന്നുമില്ല, അപ്ലൈ ചെയ്യാം. എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിനകത്തെ വേക്കൻസികളും കേരളത്തിൽ, അതായത് മലയാളം മദർ ടങ് ആയിട്ട് വരുന്ന കേരളീയരുടെ വേക്കൻസികളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് തന്നെ വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയും ബാങ്കുകളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന്. ഇതിൽ ഓരോ ബാങ്കും അവരവരുടെ വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ജനറൽ കാറ്റഗറിയിൽ 68 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 82 വേക്കൻസി ഉണ്ട്. SC കമ്മ്യൂണിറ്റിക്ക് യൂണിയൻ ബാങ്കിൽ നിന്ന് 3 വേക്കൻസി ഉണ്ട്. EWS ബാധകമായവർക്ക് 11 വേക്കൻസി ഉണ്ട്. ഇനിവേ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ ക്ലർക്കിന് 82 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ കാനറ ബാങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 15 വേക്കൻസിയേ ഉള്ളൂ. ടോട്ടൽ അവർക്ക് 25 വേക്കൻസീസ് ഉണ്ട്. ഓരോ ബാങ്കിന്റെയും വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ചിലയിടത്ത് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഈ ബാങ്കുകളെല്ലാം ഇവിടെ NR എന്നാണ് ഇട്ടിരിക്കുന്നത്, നോട്ട് റിപ്പോർട്ടഡ് എന്നാണ് ഇട്ടിരിക്കുന്നത്. NR എന്ന് പറഞ്ഞാൽ നോട്ട് റിപ്പോർട്ടഡ് എന്നാണ്. അതായത് അവരവരുടെ വേക്കൻസി പറഞ്ഞിട്ടില്ല. അതായത് അവർക്ക് പറയണമെന്നില്ല. ഈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവരുടെ വേക്കൻസി പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഡിസംബർ വരെ അവർക്ക് ടൈം ഉണ്ട്. ഡിസംബർ വരെ വരുന്ന റിട്ടയർമെന്റുകളും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും അവർ ചിലപ്പോൾ ആ വേക്കൻസീസ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പം ടോട്ടലി കേരളത്തിൽ 141 വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന 4 ബാങ്കും കൂടി, അതിൽ ഏറ്റവും വലിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്. ഈ യൂണിയൻ ബാങ്കിനേക്കാളും കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്ന ഒരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പൊ അവരവരുടെ വേക്കൻസീസ്, ക്ലറിക്കൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും.
അതായത് അവരുടെ റിട്ടയർമെന്റിന്റെ കാൽക്കുലേഷൻസും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഡിസംബറിലേക്കായിരിക്കും അവർ അവരുടെ വേക്കൻസീസ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പൊ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എനിവേ ഈ വേക്കൻസീസ് എന്താണെങ്കിലും കൂടത്തേ ഉള്ളൂ, ഈ വേക്കൻസീസ് അപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഈ 4 ബാങ്കും കൂടി ആഡ് ആകുമ്പോൾ ഏകദേശം ഒരു 200-ന് മുകളിൽ വേക്കൻസീസ് ഉണ്ടായിരിക്കും. തീർച്ചയായും 200-ന് മുകളിൽ വേക്കൻസീസ് ഉണ്ടായിരിക്കും. ഇതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബാങ്കാണ്. യൂണിയൻ ബാങ്കിനേക്കാളും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് അവർ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ. ഇപ്പൊ യൂണിയൻ ബാങ്ക് 82 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിനേക്കാളും കൂടുതൽ വേക്കൻസീസ് വരാനാണ് സാധ്യത. അപ്പൊ ഈ NR എന്ന് പറയുന്ന ബാങ്കുകൾ അല്ലെ NR ഇട്ടിരിക്കുന്ന ബാങ്കുകളൊന്നും ഇതുവരെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം വേക്കൻസീസ് ഇല്ല എന്നല്ല, അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ, നവംബർ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്താൽ മാത്രമേ അവർ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുമ്പം ഈ എക്സാമിൽ നിന്ന് കണ്ടക്ട് ചെയ്ത് പാസ്സാകുന്നവരെ അവർ എടുക്കത്തേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. വേക്കൻസീസ്, കേരളത്തിലെ വേക്കൻസീസിന്റെ കാര്യത്തിൽ ഒരു ഔട്ട്ലൈൻ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ NR എന്ന് പറയുന്ന വേക്കൻസീസ് കുറവാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം 141 വേക്കൻസീസേ ഉള്ളൂ. 88 വേക്കൻസീസിനടുത്ത ജനറൽ കാറ്റഗറിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഏകദേശം 4ഓളം ബാങ്കുകൾ, വലിയ ബാങ്കുകൾ തന്നെ അവരുടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ആ വേക്കൻസീസും കൂടി റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും വേക്കൻസീസ് ഒരു 200+ ആകുക തന്നെ ചെയ്യും. ിലേക്ക് പോകാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സാം പാറ്റേണിനെ പറ്റിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സാം 2 ടയറാണ്. ഒന്ന് പ്രിലിമിനറിയും മെയിൻസും വരുന്ന ഒരു ടയർ, മെയിൻസും കൂടി വരുന്ന ടയർ. അതായത് 2 ടയർ, പ്രിലിമിനറി, മെയിൻസ്. ക്ലറിക്കൽ എക്സാമുകൾക്ക് ഇന്റർവ്യൂ ഇന്ത്യയിൽ ഇല്ല. ഏത് എക്സാമിനാണെങ്കിലും, ബാങ്കിന്റെ എക്സാമിനാണെങ്കിലും SSCയുടെ എക്സാമുകൾക്കാണെങ്കിലും ബാക്കി ഏതൊക്കെ എക്സാമുകൾക്കാണെങ്കിലും ക്ലറിക്കൽ എക്സാം ആണ് എങ്കിൽ അതിന് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് അല്ല. അതുകൊണ്ട് തന്നെ IBPS ക്ലർക്കിന് ഇന്റർവ്യൂ ഇല്ല. പ്രിലിമിനറിയും മെയിൻസും എന്ന് പറഞ്ഞ് 2 ടയറേ ഉള്ളൂ. അതിൽ പ്രിലിമിനറി ആണ് ആദ്യം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഓഗസ്റ്റ് അവസാന വീക്കിൽ തുടങ്ങി സെപ്റ്റംബർ ആദ്യ വീക്കിൽ തീരുന്ന പോലെ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തു അതിനെപ്പറ്റി. ഇനി നമുക്ക് എക്സാം പാറ്റേണിലേക്ക് വരാം. ആദ്യം തന്നെ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. 3 സെക്ഷൻ ആണ്. ഇതാണ് പ്രിലിമിനറി എക്സാമിന്റെ ഒരു ഓവറോൾ പാറ്റേൺ. അതായത് 3 സെക്ഷൻ ആയിട്ടാണ്. ഇംഗ്ലീഷ്, ന്യൂമറിക്കല്, റീസണിങ്. അതായത് ഇംഗ്ലീഷിന് 30 ചോദ്യം ഉണ്ടായിരിക്കും, 30 മാർക്കിലാണ്. ന്യൂമറിക്കലിന് 35 ചോദ്യം ഉണ്ട്, 35 മാർക്കിലാണ്. റീസണിങ്ങിന് 35 ചോദ്യം ഉണ്ട്, 35 മാർക്കിലാണ്. അതായത് 100 ചോദ്യം 100 മാർക്ക്, ടോട്ടൽ 100 മാർക്കിലാണ്. അതായത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചാണ്. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് മറ്റുള്ള എക്സാമുകളെ അപേക്ഷിച്ച്, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ആ ഒരു സെക്ഷൻ ചെയ്യാൻ 20 മിനിറ്റേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതായത് 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ എഴുതിയിരിക്കണം. അതായത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് IBPS. ആദ്യകാലത്ത് റിട്ടേൺ ആയിരുന്നെങ്കിൽ ഇപ്പം കുറെ കാലമായിട്ട്, ഏകദേശം 6-7 കൊല്ലമായിട്ട് ഓൺലൈൻ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ ആദ്യം ചിലപ്പം ഇംഗ്ലീഷ് സെക്ഷൻ ആയിരിക്കും തുടങ്ങുന്നത്. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 30 ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ആൻസർ എത്ര വരെ ചെയ്യുന്നോ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 20 മിനിറ്റ് കഴിയുമ്പം ന്യൂമറിക്കൽ സെക്ഷനിലേക്ക് അത് ഷിഫ്റ്റ് ആകും. അതായത് ഒരു സെക്ഷൻ എഴുതാൻ 20 മിനിറ്റ് വെച്ചേ ഉള്ളൂ. 35 മാർക്കിന്റെ ന്യൂമറിക്കൽ എബിലിറ്റി എഴുതാൻ 20 മിനിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. റീസണിങ് എഴുതാനും 20 മിനിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ടോട്ടൽ 60 മിനിറ്റ് ആണ്. ടോട്ടൽ 60 മിനിറ്റ് ആണ് ഈ എക്സാം എഴുതാനുള്ളത്. ഓക്കെ, വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 3 സെക്ഷൻ ആയിട്ടാണ്: ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്. പലരുടെയും മറ്റൊരു സംശയമാണ് ഈ ന്യൂമറിക്കൽ എബിലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഇതൊരു ക്ലറിക്കൽ എക്സാം ആണ്. ക്ലറിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കാൽക്കുലേഷനും ന്യൂമറിക്കൽ കാര്യങ്ങൾക്കുമാണ്. അതായത് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് സിംപ്ലിഫിക്കേഷൻസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് നൽകുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഒരു അനലിറ്റിക്കൽ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും, എന്നാൽ കാൽക്കുലേറ്റീവ് ആയിരിക്കും. അതായിരിക്കും അതിന്റെ ഒരു ഡിഫറൻസ്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു സംശയം വരുന്നത് ഇതിന്റെ കട്ട് ഓഫ്, അതായത് പ്രിലിമിനറിയുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവരാണ്, അല്ലെ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുന്നവരാണ് മെയിൻസ് എഴുതുന്നത്.
അപ്പൊ ഈ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്ലറിക്കൽ എക്സാം, IBPSന്റെ ക്ലറിക്കൽ എക്സാംസ് ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആണ്, ലോക്കൽ ലാംഗ്വേജിൽ ബേസിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എന്ന് വെച്ച് മലയാളത്തിലോ ഹിന്ദിയിലോ പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്നു എന്നല്ല, അതിന്റെ റിക്രൂട്ട്മെന്റ് ലോക്കൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ബാങ്കിൽ ചെന്നിരിക്കുന്ന ഒരു ക്ലർക്കിന് ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരിക്കലും ആ ബാങ്ക് മുന്നോട്ട് പോകില്ല, കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് സംസാരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ തവണത്തെ IBPS ക്ലർക്കിന്റെ കട്ട് ഓഫ് ഓരോ കാറ്റഗറിക്കും SC, ST, OBC, EWS, ജനറൽ ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആയിരുന്നു. എനിവേ ഒരു 75 മുതൽ 77 വരെ ആയിരുന്നു 2020 IBPS ക്ലർക്കിന്റെ കട്ട് ഓഫിന്റെ ഒരു വേരിയേഷൻ. ഇത്രമേൽ വേക്കൻസി ഇല്ലായിരുന്നു. 141 വേക്കൻസി ഇല്ലാഞ്ഞിട്ട് തന്നെ ഇത്രയും കട്ട് ഓഫ് വന്നു. എന്നാൽ ഈ തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ ഒരു 75 പ്ലസ് ഉള്ളവർക്ക് പ്രിലിമിനറി ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കേരളത്തിലെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ്സും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും ഒക്കെ അനുസരിച്ചിരിക്കും. എനിവേ ഒരു 75-ന് മുകളിൽ മാർക്ക് വാങ്ങിക്കാൻ അല്ലെ അതിന് മുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ IBPSന്റെ ക്ലർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇംഗ്ലീഷിൽ 30 മാർക്ക് വളരെ ഈസി ആയി തന്നെ ക്ലിയർ ചെയ്യും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്നും QAയിൽ നിന്നും റീസണിങ്ങിൽ നിന്നും വരുന്നത്. 75 മാർക്കിന് മുകളിലുള്ളവർക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 77 ആയിരുന്നു. 77 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ജനറലിന്റെ കട്ട് ഓഫ്. ഇത്തവണ വേക്കൻസീസ് കൂടുതലുള്ളത് കൊണ്ടും നമുക്ക് ചിലപ്പോൾ ആ കട്ട് ഓഫ് 77 നിന്ന് 75-ലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. എനിവേ ഒരു വിദ്യാർത്ഥി 75-നും 80-നും ഇടയിൽ IBPSന്റെ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. ഈ സെക്ഷൻ പ്രിലിമിനറിയുടെ സെക്ഷൻ വളരെ ഡീറ്റെയിൽ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി മെയിൻസിന്റെ സെക്ഷനിലേക്ക് പോകാം. പ്രിലിമിനറി ക്ലിയർ ചെയ്തവർ അടുത്ത ടയർ ആണ് മെയിൻസ് എന്ന് പറയുന്നത്, മെയിൻസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാം പാറ്റേണിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് പ്രിലിമിനറി അപേക്ഷിച്ച്. അതായത് ഇതിനകത്ത് 4 സെക്ഷനുകളാണുള്ളത്. ഒന്ന് ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് നോർമൽ പ്രിലിമിനറിയുടെ ഇംഗ്ലീഷ് തന്നെയാണ്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഈ റീസണിങ്ങിന്റെ കൂടെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് കൂടി ആ സെക്ഷനകത്തുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് പ്രിലിമിനറിക്ക് ന്യൂമറിക്കൽ ആയിരുന്നുവെങ്കിൽ മെയിൻസിന് വരുമ്പോൾ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട് മാറി. അതായത് ഒരു അനലിറ്റിക്കൽ രീതിയിലായിരിക്കും മെയിൻസിന്റെ മാത്സ് അല്ലെ ന്യൂമറിക്കൽ എബിലിറ്റി ചോദിക്കുന്നത്. 4 സെക്ഷൻസ് ആണുള്ളത്. ഓരോ സെക്ഷൻസിന്റെ ചോദ്യങ്ങൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സിൽ നിന്ന് 50 ചോദ്യം കാണും. 50 മാർക്ക് ആയിരിക്കും അതിനുണ്ടാകുക. അതിന് ഒരു സെപ്പറേറ്റ് ടൈം ലിമിറ്റ് ഉണ്ട്. ആ 50 ചോദ്യം 35 മിനിറ്റിനുള്ളിൽ ചെയ്തിരിക്കണം. ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. 40 ചോദ്യമുണ്ട്, 40 മാർക്കുണ്ട്, 35 മിനിറ്റിനുള്ളിൽ ചെയ്തിരിക്കണം. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യമേ ഉള്ളൂ, 60 മാർക്കും. അതായത് ചില ചോദ്യങ്ങൾക്ക് മാർക്കിൽ ഡിഫറൻസ് ഉണ്ട്. ചില ചോദ്യങ്ങൾ 2 മാർക്കിന്റെ ഉണ്ടായിരിക്കാം, ചില ചോദ്യങ്ങൾ 1 മാർക്കിന്റെ ആയിരിക്കാം. ഇനി 1 മാർക്കിന് താഴോട്ടുള്ള ചോദ്യങ്ങളൊന്നും കാണില്ല. ആ ഒരു ഡിഫറൻസ് അതിന് ഉണ്ട് റീസണിങ്ങിന്. അതുകൊണ്ടാണ് 50 ചോദ്യം 60 മാർക്കും 45 മിനിറ്റിനുള്ളിൽ അത് എഴുതിയിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയാണ്. 50 ചോദ്യം 50 മാർക്ക് 45 മിനിറ്റ്. ടോട്ടൽ 190 ചോദ്യവും 200 മാർക്കും 160 മിനിറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കട്ട് ഓഫ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ തവണ 70 സംതിങ് ഒക്കെ ആയിരുന്നു. 70 നോർമലൈസ്, അതായത് 160-ൽ നിന്ന് അത് 100-ലേക്ക് കൺവേർട്ട് ചെയ്യുവരും. ഒരു പ്രോസസ്സ് വെച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് 73 സംതിങ് ആയിരുന്നു ജനറലിന്റെ കട്ട് ഓഫ്. കഴിഞ്ഞ കുറച്ചു കാലം ആ ഒരു റേഞ്ചിലാണ് അത് നിൽക്കാറ്. 73, 70 സംതിങ്ങിലാണ് കഴിഞ്ഞ ഒരു
2018 മുതൽ 20 വരെ ഈ ഒരു റേഞ്ചിലാണ് ജനറലിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ്. ഈ 73, 74, 75 വീണ്ടും അത് 73ലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആ റേഞ്ചിലാണ് പോകുന്നത്. ഇനി ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഈ വിദ്യാർത്ഥികൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രിലിമിനറിക്കാണ്. മെയിൻസിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിലിമിനറി ക്ലിയർ ചെയ്യാനായിട്ടുള്ള പഠിത്തങ്ങൾ അല്ലെ അതിന്റെ പാറ്റേണുകൾ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ ചെയ്യേണ്ടത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം? അടുത്തൊരു സംശയമാണല്ലോ. ഈ സൈറ്റ് ibpsonline.ibps.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി ഈ URL കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്യാം. ജനറൽ കാറ്റഗറിക്ക് 850 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് തന്നെ അടയ്ക്കണം. 850 രൂപയോളമാണ്. അങ്ങനെ അപ്ലൈ ചെയ്യാം. കേരള അല്ല വേറെ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഡേറ്റുകളും ഇവിടെ പ്രൊവൈഡഡ് ആയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് IBPSന്റെ ഡയറക്റ്റ് സൈറ്റ്. ഡയറക്റ്റ് ഈ വിൻഡോയിലേക്ക് തന്നെ വരണമെങ്കിൽ ibpsonline.ibps.in/crpcl11 June 21 ഇത് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് വരും. ഇതിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻസൈറ്റ് IBPS PO ക്ലറിക്കൽ എക്സാമുകൾക്ക് ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ്, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ ഈ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതൊരു വീഡിയോ റെക്കോർഡഡ് ക്ലാസ് ഒന്നുമല്ല, ലൈവായിട്ട് തന്നെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതിന്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. അല്ല എന്തെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്നതിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.